ഹലോ ഹലോ, ഇത് തിരക്കില്ല? എന്ത് ഇജ്ജ് ബാത്റൂമിലാണല്ലോ. എന്ത് ചോയി വിളിച്ചു വെച്ചാലേ, ട്രിപ്പ് പോവാന് നമ്മളിപ്പോ ഒരു ഓപ്ഷൻ കണ്ടുകൊണ്ട് എന്താ വെച്ചാല് 4 സ്ഥലം എഴുതിയിടും. അതിലൊരു സ്ഥലം നമ്മള് നറുക്കെടുക്കും. അത് ഏതാണോ അവിടേക്ക് പോകും. പിന്നെ അതില് ചർച്ചയില്ല. അപ്പൊ ഇവിടെ നടക്കണ എന്താ വെച്ചാല് നമ്മളെ വാഗമ പോയാലോ? ഒറ്റ മൈൻഡില് വാഗമണേ അങ്ങോട്ട് പോട്ടോ. വേറെന്തല്ലേ പറഞ്ഞ ഈ കാന്തല്ലൂർ വാഗമണ്ണൊക്കെ ഒരു സ്ട്രെച്ചിന് എടുക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ്. ഇന്നൊരു കാര്യം, ഈ വാഗമണ്ണൊന്നും സ്ട്രെച്ച് പറഞ്ഞാല് പിന്നെ ഞാൻ എന്റെ വീഡിയോയിൽ ഇടല്ലോ, നാട്ടിൽ തിരിച്ചറിയണ്ട്. ടച്ച് ചെയ്യണ എന്തിനാണ്? ടച്ച് ചെയ്യാതെ ചാട് അവിടുന്ന് പിന്നെ കിട്ടിയ പിന്നെ മാറ്റലും വീട്ടിലൊന്നും യാതെല്ലാം ഒറ്റ മൈൻഡിൽ നമ്മൾ പോകും. പിന്നെ മോൻ എന്താ പറയണെന്ന് വെച്ചാലേ കാറിനാക്കാന്നാണ്. വേറെ മുടക്കാരോ പക്ഷെ കാറ് വേണ്ട. ആരെടുക്കണേ? മാറ്റല് ചേട്ടാ, ഒറ്റ എടുത്തോ ഇട്ടുണ്ടാവും. അതൊക്കെ പരത്തിടേ എങ്ങനെ ഇട്ടാലും അതിനാണ് കൈയ്യെടുത്ത്. മറ്റേ ഇതാ പാണ്ടിക്കാട്ടാ ഏതാ കൊടൈക്കനാല്. ഇനി ഒന്നും ഈ ഒറ്റ മൈൻഡില് കൊടൈക്കനാല്. അപ്പൊ മക്കളെ നമ്മള് പ്രശ്നമില്ല. കൊടൈക്കനാല് ഇവിടെ ആരും കണ്ടിട്ട് കേട്ടോ, ആരും കണ്ടിട്ടില്ല കൊടൈക്കനാല്. അല്ല ഇനി നമ്മളെന്താ ഒറ്റ മൈൻഡ് ആദ്യം പറഞ്ഞ ഇട്ടാണ്. ഇനി വിജയ ഒറ്റ മൈൻഡ് അല്ലേ അല്ലേ തരാട്ടെ, അത്രേ ഉള്ളൂ. ഒറ്റ മൈൻഡ് നമ്മള് പോകും. ഇജ്ജ് വരണ അപ്പൊ മക്കളെ നമ്മളെ വീഡിയോ ഇവിടെ ആരംഭിക്കാൻ പോകട്ടെ. അപ്പൊ എല്ലാവർക്കും ജിസാൻ ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മള് പോണത് കൊടുക്കാൻ നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾ നറുക്കെടുക്കൊക്കെ കണ്ടില്ലേ. അപ്പൊ നമ്മളിപ്പോ പോണത് കൊടൈക്കനാലിക്കാണ്. കൊടൈക്കനാൽ, ക്ലാവർ, അങ്ങനെ ഒരുപാട് സ്ഥലത്ത് പോകുന്നുണ്ട്. മഴ ആയിട്ട് നമ്മളിതാ റെയിൻ കോട്ട് ഫുൾ പാക്കേജിലാണ് നമ്മൾ പോണത്. ടൂറിംഗ് ബൈക്ക് അനീസ് തന്നെ കേട്ടോ. ആ സാധനം കെട്ടിയാൽ പ്രത്യേകത വൈബാട്ടോ നമുക്ക് ട്രിപ്പ് പോകാന്. ഇതാ ഈ ഷോർട്സ് ഇട്ടൊക്കെ കുറച്ച് കഴിഞ്ഞാൽ പാന്റ് ഇടുന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തണുപ്പ് അങ്ങനെയൊക്കെ മൈസൂരിൽ നിന്ന് നല്ല തണുപ്പ്. ഇനി എന്നാലും കാറിൽ പോകാതെ മഴ കൊള്ളാന്നുള്ള പുതിയിലാട്ടോ നമ്മൾ കൊടൈക്കനാലിക്ക് ഇങ്ങനെ സെറ്റപ്പിൽ പോണത്. ആഷിഖിന്റെ പുതിയ ബൈക്ക്. ആഷിഖ് ആദ്യമായിട്ട് ലോങ് ഏറ്റവും ആഷിക ലോങ് ഏറ്റവും ആണ്. ആഷിഖിന്റെ ബാക്കിലാണ് സേഫ്. എല്ലാം കൊണ്ട് പൊടി മഴ എല്ലാം കൊണ്ട് ഞാൻ സേഫ് ആണ്. അതുകൊണ്ട് ആഷിഖിന്റെ ബാക്കിലായിരിക്കണേ. അപ്പൊ ട്രിപ്പ് നമ്മൾ പുറപ്പെടാൻ പോകട്ടോ. അപ്പൊ ഓക്കെ, ബാക്കി ഇനി രാത്രി കൂടുതൽ വീഡിയോസ് എടുക്കണില്ല, കാരണം ഇങ്ങനെ എടുക്കാൻ കഴിയൂല. അപ്പൊ അവിടെ എത്തിയിട്ട് ബാക്കി കാണാം. ഓക്കെ, അങ്ങനെ നമ്മളെ ഫസ്റ്റത്തെ ചായ സ്പോട്ട് എത്തി കേട്ടോ. ഇനി ഇവിടെ നേരം ചായ തന്നെ. കടകള് ഹർത്താല വെച്ചിട്ട് ഞങ്ങൾ പേടിച്ചിട്ട് ബന്ധാക്കി അരച്ചിട്ട് ചായ ഇട്ട് വിചാരിച്ചിട്ട് രാത്രി ഇറങ്ങിയാല് പിന്നെ മെയിൻ ചായ കുടിയാട്ടോ മെയിൻ പരിപാടി. ചായ കടിയാണോ? വരഞ്ഞി കുട്ടികളോടൊക്കെ ഇറങ്ങാൻ പറയട്ടോ. വരഞ്ഞി അർച്ചപ്പ എനിക്ക് പറയാനുള്ള ഇങ്ങനെയാണെങ്കിൽ പരിപാടി നടക്കുവോ? 6 കിലോമീറ്റർ വിടുമ്പോ ഉറങ്ങുക, നിർത്തുക, ചായ അടിച്ച തൂറ പാത്തുക. ആ വരുന്ന നായകൻ ഏതൊരു ചങ്ങായി കൂട്ടത്തിൽ ഏത് ചങ്ങായി ഉണ്ടാവും. കുറച്ചാണ് യാത്ര ചെയ്ത് അപ്പം തൂറാൻ വിട്ടാൻ അസർപ്പ് കണ്ണുമുറി തുടച്ചിട്ട് പറയും. ഇനി ഇറങ്ങിയാല് കുപ്പിയും വെള്ളവും ഓട്ടാക്കി തരുമോ? മുഖത്ത് കടിച്ചാൽ 50 കിലോമീറ്റർ നിർത്തുന്ന 3 സ്ഥലത്ത് നിർത്തിപ്പോ. ഇനി എത്ര കിലോമീറ്റർ നിർത്തോളൂ? ഇനിയുള്ള കാര്യം പറ. ഈ പൊള്ളാച്ചല്ല അവിടെ ഇവിടെ നിർത്തി കാണേണ്ടരാ. ഒറ്റ മൈൻഡ് എന്തായാലും പറയാ. ഒറ്റ മൈൻഡ് നമുക്ക് പോലെ അനീസിനെ പോയാ കേട്ടോ. അനീസിന്റെ അവിടെ ഇതായി നിൽക്കണ്. അനീസ് അവിടെ കിടന്നിറങ്ങി. അനീസിനെ പോയേക്കാം നമ്മളെ. ഭയങ്കര ഒറ്റ മൈൻഡ് വൈക്കുമ്പോൾ വൈബില് വന്നതാണ്. ചത്ത് കിടക്കണ ചത്ത് മലർച്ചി കിടക്കണ അനീസ്.
തൊള്ളൊക്കെ തുറന്നെടുക്കും പാവ ക്ഷീണിച്ചത് കാറായി വണ്ടി വന്ന് മുഖാഞ്ഞ മതി ഇനി. ഞങ്ങളിങ്ങനെ ഹൈവേ ഇവിടെ ടോൾ പ്ലാസ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അവിടെ നിന്ന് വണ്ടി നിർത്തിക്കാണിതാ. വണ്ടി കാശിന് കൈ കൊടുന്ന വണ്ടി കേട്ടോ. അപ്പൊ ഇതിന്റെ ഒരു കോലം നോക്കാണ്. അതിങ്ങനെ കേട്ടോ ലോങ് ഒക്കെ പോകുമ്പോ നമ്മൾ കുറച്ച് ചളിയും മണ്ണും വണ്ടിയുമ്പോ കണ്ടിട്ടില്ലെങ്കിൽ ആകെ ഒരു പൊറുതിയാണ് അല്ല ആശിക. റൈഡ് അത് തന്നെയാണ്. അപ്പൊ കണ്ടോ എന്താ രസമല്ല ഭംഗി ഇത് കാണാന്. ഇങ്ങനെ ഒരു കാഴ്ച ആദ്യമായിട്ടാണ് കാണുന്നത്. ബ്യൂട്ടി പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ചിലപ്പോ തേടി പിടിച്ചു പോകണം, അപ്പോഴൊക്കെ കിട്ടുള്ളൂ. ഇത് പ്രത്യേകിച്ച് സൂര്യ ഉദിച്ച് നിൽക്കുന്നതിന് മുന്നിൽ ഇങ്ങനെ ഈ സാധനങ്ങൾ ഇങ്ങനെ കറങ്ങുമ്പോൾ ഭയങ്കര പ്രത്യേക തരൊരു ഭംഗിയാണ് അതിന് തോന്നുന്നത്. ഞാൻ ഹെൽമെറ്റ് ഒന്നും ഊരിയിട്ടില്ല കേട്ടോ. ഒരു നേരെ മുന്നിൽ പോയി. ഞങ്ങള് പറഞ്ഞാൽ ഈ കാണുന്ന സ്ഥലത്തൊക്കെ നിർത്തി അങ്ങനെയൊക്കെയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. പിന്നെ കുറച്ചു നേരം ഒരു ബേക്കറി റെസ്റ്റ് എടുത്ത് ചായ കുടിച്ച് അവിടെ കുറച്ച് ഉറങ്ങിയെന്നൊന്നും പറയാനില്ല. ഒരു 10 മിനിറ്റൊക്കെയാണ് കിടന്നത്, 15 മിനിറ്റൊക്കെ. ആശികിന്റെ വണ്ടിന്റെ ഇത് ഇങ്ങനെ എടുത്തുകൊണ്ട് കേട്ടോ. ഏത് നേരം വണ്ടി ആശികിനിപ്പോ വണ്ടി പറഞ്ഞാല് ആശികിന്റെ കുട്ടിയാണ് ഇപ്പൊ വണ്ടി. ആശിക വണ്ടിക്ക് നമ്മള് പേരിട്ടാ. ആശികിന്റെ വണ്ടി ഇതിന്റെ ഒരു സൂര്യന്റെ ഇതിന്റെ ഒന്ന് കാണിച്ചു തരാട്ടോ. ഇപ്പൊ ഞങ്ങളിവിടെ ബൈക്കൊക്കെ ഹൈവേ സൈഡിൽ നിന്ന് കയറ്റിയെടുത്തിക്കാണ്ടേ ഇങ്ങനെ ഒരു ഇത് കുളം കണ്ടപ്പോ പാറ പൊട്ടിച്ചതാട്ടോ. ബൈക്ക് സൈഡാക്കി. അപ്പൊ അവിടെ ഒരു വെള്ളം ഇങ്ങനെ ചാടുണ്ട് അവിടെ. അപ്പോ അവിടെ നിന്ന് പോയിക്കാണ് മുഖം ഒന്ന് കഴിക്കണം. ആകെ തയ്ക്കണം. രാവിലെ വന്നതിന് ശേഷം മുഖം ഒന്ന് കഴുകിയിട്ട് ചിലപ്പോ. പാറ കേട്ടോ, കൃഷിസ്ഥലാണ് തോന്നുന്നുണ്ട്. അപ്പൊ അതിനുള്ള പാറ പൊട്ടിച്ച ഒരു സംഭവമാണിത്. അവിടെ പോയിക്കാണ്ട് മുഖം ഒന്ന് കഴിക്കണം. നല്ല വെള്ളാന്ന് പറഞ്ഞ അനീസ്. ഞങ്ങൾ കുറച്ച് വീഡിയോ ഒക്കെ എടുത്താണ് ബാക്കിൽ വന്നത്. അനീസ് കുറച്ച് മുന്നിൽ വന്നീനി. ഓലാണ് സ്ഥലം കണ്ടുകൊണ്ട് നിർത്തിയതിട്ടോ. ട്രിപ്പ് പറഞ്ഞാൽ ഇതൊക്കെ തന്നെ വൈബ്. നമ്മൾ ഓരോ സ്ഥലം പോയിട്ട് അവിടെ ഇങ്ങനെ പോസ്റ്റ് അടിച്ച് ഇതാക്കിയാണ്ട് അല്ലത് ഇങ്ങനത്തെ ഓരോ സ്ഥലങ്ങൾ കാണുമ്പോൾ വേഗം അവിടെ പോയിക്കാണ്ട് നോക്കി തന്നിട്ട് വെള്ളത്തിൽ കിട്ടും. അതുകൊണ്ടാണ്. ഓക്കെ, ഇത് റിസ്ക് എടുത്തുകൊണ്ട് പോകണം. ഈ വഴി കൃഷിസ്ഥലത്ത് നിന്നാട്ടോ വെള്ളം വരുന്നത്. സൂര്യൻ കണ്ടില്ല എന്താ അവിടെ നല്ലൊരു വ്യൂ ആട്ടോ ഇവിടെയൊക്കെ ഉള്ളത്. ഈ ഇത് അപ്പൊ ഇവിടുന്ന് പോകാട്ടോ. അതിൽ ഓരോ സ്ഥലത്ത് ഇതേപോലെ നിർത്തിയൊക്കെ ഇറങ്ങിയുള്ള യാത്ര ഉണ്ടാവുക. അപ്പൊ ഇനി നേരെ കൊടൈക്കനാൽ അതിന് മുന്നേ ചായ കുടിക്കണം. ചായ കുടിച്ചിട്ട് നേരെ പൂണ്ടി, പൂക്കാല്, ക്ലാവര ആ റൂട്ടിലാണെന്ന് അറിയില്ല. ഫുൾ പ്ലാനഡ് ഒന്നുമല്ല, അപ്പുള്ള തീരുമാനങ്ങളൊക്കെ. എന്തായാലും ഒരു ദിവസം സ്റ്റേ ഉണ്ട്. സ്റ്റേ എടുത്തിട്ട് പിറ്റേ ദിവസം 7 സ്ഥലം കവർ ചെയ്യാനാണ് ഇപ്പൊ വിചാരിക്കുന്നത്. കൃഷ്ണാണ് ഹോട്ടലിൽ ഫുഡ് കഴിക്കാനുണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാട്ടോ. വായന്റരിയിലൊക്കെ കേട്ടോ സാമ്പാർ, രസം കുറഞ്ഞ് ഒക്കെ വെച്ചിട്ടുണ്ട്. നമ്മള് ഓരോ മസാല ദോശ പറഞ്ഞു, എല്ലാവർക്കും മസാല ദോശ ആക്കി കേട്ടോ. വായന്റരിയിലാട്ടോ ഇലൊക്കെ വെച്ചെന്ന് കാരണം നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ നിക്കണത്. നമ്മള് ചുരം കയറാൻ നിക്കാട്ടോ. അപ്പൊ അതിന് മുന്നായിട്ട് ആശയിന് വണ്ടി ഒന്ന് ലൂബ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഇങ്ങനെ സൈഡാക്കിയതാണ്. അപ്പൊ എന്താ ട്രിപ്പിന്റെ ഇതുവരെ ഉള്ള ഒരു വൈബ് എന്താ പരിച്ചാ? മഴ പോയിട്ട് ഒരു കിണ്ടി കിട്ടാത്ത റെയിൻകോട്ടൊക്കെ ഇട്ടാണ്. എല്ലാരും പറഞ്ഞു കാറിലും പെട്ട് മഴ കൊണ്ട് എല്ലാരും മാത്രം വ്ളോഗർ ജിസാനല്ലാതെ ഒരു കുട്ടിയെ പറഞ്ഞിട്ടില്ല. ഞങ്ങള് പറഞ്ഞ മഴയാണെങ്കിലും വെയിലാണെങ്കിലും തണലാണെങ്കിലും തണുപ്പാണെങ്കിലും ബൈക്ക് ജിസാന അല്ല. അങ്ങനെയാണെങ്കിലും ഒക്കെ സഹിക്കാനുണ്ട് എന്നാ പറഞ്ഞിരുന്നു. ഇനി ലൂബ് ചെയ്തിട്ട് ഇനിയിപ്പോ ആഷിഖിന്റെ ആത്മാർത്ഥതാണ് ഇവിടെ നമ്മള് കാണുക. ആഷിഖ് പല്ലൊക്കെ പറഞ്ഞ ഫ്രഷ് ഒക്കെ എടുത്ത് ലൂബ് ചെയ്യണം. പല്ല ചെയ്യാലും വേണ്ടില്ല, വണ്ടി ഞാൻ വൃത്തിയാക്കും. അത്രേ ഉള്ളൂ. ഇത് ലൂബ് ചെയ്യാനാ? ഗ്രിപ്പ് ഉള്ളതാണ്. ലൂബ് ചെയ്യാനാ? മറന്നിട്ടാ കന്നഡൊക്കെ മറന്ന്. അപ്പൊ ഓർമ്മിച്ചോണ്ടാണ് ഇപ്പൊ വെക്കണത്. ജിസാൻ വെട്ടി മുടി. ജിസാന് കർണാടകയിലെ ബായ് കൊളാക്കി വെട്ടെന്ന് വിചാരിച്ചിട്ട് നാട്ടില് വന്ന്
ചമ്മാട് പോയി, അത് പെട്രോൾ ഇല്ലാതെ നടന്നു പോയി പെട്രോൾ വാങ്ങിക്കൊണ്ടുവന്ന് വണ്ടിയിൽ വെച്ച് ചമ്മാട് പോയി വെട്ടിച്ച മുടിന്റെ സ്റ്റൈൽ നിങ്ങൾ ആരും ശ്രദ്ധിച്ചില്ലല്ലോ, ഒന്ന് നോക്കി. അല്ല അങ്ങനല്ല, ചമ്മാട് പോയപ്പോ ഞാൻ വെട്ടണ ഷോപ്പിൽ ആള് തുറന്നിട്ടില്ല. അപ്പൊ ആലിന്റെ ഈ ബായിന്റെ അടുത്ത് കഴിക്കാൻ നിങ്ങള് ഇവിടുന്ന് മാത്രം എടുത്താൽ മതി പറഞ്ഞ് അങ്ങനെ എടുത്ത്. അപ്പൊ മേലിന് കുറച്ചെടുത്താൽ മതിയാണ്, കുറച്ചെടുത്ത്. ബാക്കിൽ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഉള്ളിന്ന് വെട്ടിക്കാണ് ഉള്ളു കുറക്കുമല്ലോ കട്ട് ചെയ്താണ് അടിയിൽ അത് അറിയാച്ചു ബായിനോട്. ബായി പറഞ്ഞ അറിയാറുണ്ട് ബായി. അങ്ങനെ ബായി എടിയില് ബായിലാ, ബായിക്ക് പച്ചവെള്ളം പോലെ മലയാളം അറിയാം മതിയെ കാട്ടിലും. പച്ചവെള്ളത്തിന്റെ കളർ എന്താ ശരിക്കും? പച്ചവെള്ളത്തിന്റെ കളറ് പച്ചവെള്ളം അല്ല, മുട്ട കളറ്. മുട്ട കളറാ? അതെന്താ മുട്ട കളറ്? മണ്ണ് കലക്കിയൊക്കെ അതിന് മുട്ട കളർ എന്ന് അറിയാം. ഒന്നും ഇല്ലാത്ത കളറിന് ഒന്നും ഇല്ലാത്ത കളറിന് മുട്ട കളർ എന്ന് അറിയാം. നമ്മൾ ഈ ചുരം കയറി ചുരം കയറി തുടങ്ങിട്ടോ. അപ്പൊ ഈ ഇവിടെ ഒരു വ്യൂ പോയിന്റ് കണ്ട്, ഈ ചുരത്തിന് നല്ലൊരു വ്യൂ ഉണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങോട്ട് കയറി വെക്കാം. വ്യൂ പോയിന്റ് എന്താ പാട് നോക്കാന്. ഹെൽമെറ്റ് ഊരിനില്ല, എല്ലായിടത്തും ഹെൽമെറ്റ് ഊരി ആകെ ഒരു ചടപ്പായിക്കണം. ഓക്കെ, ഇവിടെ നല്ലൊരു വ്യൂ ഉണ്ട് കേട്ടോ. ഓ ഏതാ ബ്യൂട്ടിഫുൾ. ഇവിടെ ഇങ്ങനെ കേട്ടോ, ഏതാ അന്തരീക്ഷം എന്നറിയോ? അപ്പോൾ അതിമനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. അവിടെ ഫുള്ള് തെങ്ങിൻ തോട്ടങ്ങളാണ് അവിടുന്ന് വരുന്നത്. ഇത് നമ്മൾ ചുരം കയറി തുടങ്ങുന്നുള്ളൂ കേട്ടോ. ഇവിടുന്ന് ചുരം കയറി തുടങ്ങണുള്ളൂ. അപ്പൊ അവിടെയൊക്കെ ഫുള്ള് മലകളാണ് ഫുള്ളായിട്ട്. ഈ ചുരം ഇനി എത്ര കിലോമീറ്റർ ഉണ്ടാ ചെയ്യുക? കുറച്ചധികം ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ നല്ല വെയിലാണ്, പക്ഷെ മേലെ ക്ലൈമറ്റ് ഉണ്ടെന്നാണ് അവിടുന്ന് ഒരു അക്ക അമ്മോട് പറഞ്ഞത്. അപ്പൊ വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ ഇവിടുത്തെ. ഇനി മേലെ തിന്തോറും ഇനിയും വ്യൂ കൂടാനായിരിക്കും ചാൻസ്. മുബാരിസ് ഹർഷോയില് ഞാൻ പോയിട്ടോ. മുബാരിസ് ഓയിൽ അതാ ഫോട്ടോ അസർപ്പിന് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോണ്. നമ്മൾ ഇവിടുന്ന് പോവാണ് കേട്ടോ. ഇത് പാലാർ ഡാമിന്റെ ഒരു ഭാഗമാണ് ഈ കാണുന്നത്. മിക്കവാറും വെള്ളം കുറവായിട്ടൊക്കെ അറിയാം, അല്ലെങ്കിൽ ഈ ഇതുവരെയൊക്കെ വെള്ളം ഇങ്ങോട്ട് എത്തുവയ്ക്കാരും. എന്താ കാരണം ഇവിടെയൊക്കെ വെള്ളം കാണുന്നുണ്ട് കുറച്ച് ഇതായിക്കാണ്ട്. അപ്പോൾ പാലാർ ഡാമാണ് ആ ദൂരെ നിങ്ങൾ കാണുന്നത്. അപ്പം നമ്മൾ ഇവിടുന്ന് പോവാണ്. ഇനി അടുത്ത സ്ഥലം നല്ല വ്യൂ ഉള്ള സ്ഥലം കാണുകയാണെങ്കിൽ നമ്മൾ എന്തായാലും ഉറപ്പായിട്ട് നിർത്തും കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് ചുരം കയറിയാണ് പിന്നെ ഇവിടെ ഇറങ്ങി കേട്ടോ. അപ്പം നമ്മളെ പാലാർ റിസർവയറിൻ്റെ ഒരു ഭാഗമാണ്, മേളിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് ഇപ്പം നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ വ്യൂ ഇങ്ങനെ നോക്കി മല കണ്ടില്ല ഇങ്ങനെ പോകണം. അപ്പോൾ കണ്ടില്ല അവിടെ ഒരു ടീം കുത്തിറക്കണേ. അപ്പോൾ സത്യം പറഞ്ഞാൽ ആകെ ചടച്ചിക്കണം കേട്ടോ. എനിക്ക് ഈ കോടൊന്നും കാണുന്നില്ലല്ലോ. ഇനി മേലെത്തിയാലും അറിയാം ഇനി എന്താ അവസ്ഥ എന്നുള്ളത്. അവിടുത്തെ കിടന്ന് സൈഡായി ഇവിടെ. അല്ല വൈബ് കിട്ടുന്ന ആൾക്കാർ കാണണം. ഡിസ്കവർ ചെയ്യാനുള്ളത് മാത്രം. ഈ ഇരുത്തൊക്കെ കാണുമ്പോ തന്നെ ആൾക്കാർക്ക് വന്നപ്പോ മുതൽ കിട്ടിയ എനിക്കൊരു ചുരം കീരാ പോലെ ഒന്ന് കണ്ടില്ലെങ്കിലും വേണ്ടി എനിക്ക് വെയിലുണ്ടാവില്ലേ നൊളയിച്ച ചിരിച്ച് രണ്ടും കൂടിയാടാ. അല്ല എന്റെ ഇവർക്ക് 3000 മുതലേക്കണേ. നല്ല സ്ഥലത്തൊന്നും ഉറങ്ങിയില്ലേ, ഹൈ ആൾട്ടിറ്റ്യൂഡിൽ ഉറക്കം. ഹൈ റേഞ്ചിൽ 40 കിലോമീറ്റർ മേൽ കയറേണ്ടതാണ്. എത്ര മേൽ കയറണ്ട്? അപ്പൊ തണുപ്പുണ്ടാവും. ഞാൻ പറയട്ടെ, കൊടൈക്കനാല് 1 മണിക്ക് 2 മണിക്ക് വരെ കോട നിൽക്കുന്ന സ്ഥലമാണ്. അപ്പൊ എന്തായാലും ഇനി 40 കിലോമീറ്റർ കയറാനുണ്ടെങ്കിൽ വേറെ ലെവലിൽ സംഭവിക്കുന്നത് കാണണം. പ്രതീക്ഷിക്കുന്നു ഞങ്ങൾ. കാലാവസ്ഥ മാറാൻ അത്ര ഒരു സമയമൊന്നും വേണ്ട. നമ്മളിപ്പോ കരിയത്തുംപാറന്നെ, നമ്മളെ നാട്ടിലെ കരിയത്തുംപാറന്നെ പോയിട്ട് ഉച്ച വരെ വെയിലത്ത് നിന്ന് നമ്മൾ വ്ളോഗ് എടുത്ത് ആകെ ചടച്ചു നിന്ന സമയത്ത് വൈകുന്നേരം വരെ ഒരു മഴ പെയ്യാൻ കാത്തു നിന്ന് ആ ഒരൊറ്റ മഴ മതി ഒരു പ്രകൃതി സ്ഥലത്തിനെ മാറ്റി നമുക്ക് കാണാൻ. അതേപോലെ ഒരു കോട വന്നാൽ ഈ വെയിലൊന്നും മാറിയാൽ തീരുന്ന പ്രശ്നമുള്ളൂ. തണുപ്പായിട്ടിട്ടല്ലോ. ഇത് നമ്മൾ ചൂടായിട്ടിട്ടാണ്. ഇതാണ് ഗിയേഴ്സ് ആണ്, റൈഡിങ് ഗിയേഴ്സ് ആണ്. എന്നോട് ഇങ്ങനെ ചോദിക്കണ്ടേ എന്താ എല്ലായിടത്തും ഉറങ്ങണെന്ന്. നമ്മളിങ്ങനെ പ്രകൃതി ആസ്വദിച്ച് അതിന്റെ മനോഹാരിത മനസ്സിലാക്കിയിട്ട് കണ്ണു കൂട്ടുമ്പോഴേ നമുക്ക് നല്ല സ്വപ്നങ്ങൾ കാണാൻ പറ്റും. അബ്ദുൽ കലാം നമ്മോട് പറഞ്ഞത് സ്വപ്നങ്ങൾ കാണാൻ.
അപ്പോ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നല്ല സ്ഥലങ്ങളിലേക്ക് പോവുക, യാത്ര ചെയ്യുക. അങ്ങനല്ല, ആ വാക്കിന്റെ കൂടെ എനിക്കൊരു വാക്കുകൊണ്ട് ചേർക്കാനുണ്ട്. സന്തോഷ് ജോർജുങ്ങൾ എങ്ങനെ പറഞ്ഞേ, നമ്മൾ വലിയ സ്വപ്നങ്ങൾ കാണണമെങ്കിൽ ഉയരങ്ങളിൽ പോയി നിന്ന് ചിന്തിക്കണം. അപ്പൊ ചിന്തകളാണ് ഞാനിവിടെ അതെ, നടത്തിയിരിക്കുന്നത്. ഉയരങ്ങളിൽ പോയി കിടന്നുറങ്ങി ആലോചിക്കുന്ന അസർപ്പിനെയാണ്. കണ്ണു പൂട്ടുന്നുള്ളൂ, ഉറങ്ങുന്നില്ല, ചിന്തിക്കുകയാണ്. കോട വരും, 40 കിലോമീറ്ററിന് പോയിക്കാണെങ്കിൽ കോട വരും. ആദ്യം നമ്മൾ ചെയ്യേണ്ടതാണ് മഴ പെയ്യാതെ ദുആ എന്താണ് ഇസ്തിഹാസ് ഉണ്ട്. ഇപ്പൊ പറയില്ല, ഇപ്പൊ നമ്മള് അത് റിവീൽ ചെയ്യുന്നതല്ല. മേലെ കോട ഉണ്ടാവുന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ഓരോ അടിയും മുന്നോട്ട് വെക്കുന്നത്. അതേപോലെ തന്നെ ഇപ്പൊ സമയം എന്ന് പറഞ്ഞത് വെറും 10:05 10:09 ആയിട്ടുള്ളൂ വെറും സമയം. ആ സമയത്ത് വെയില് കണ്ടോ, നല്ല വെയിലാട്ടോ. ഒരു 2:30 നമ്മളിപ്പോ ഫുഡ് കഴിച്ച് ഞാൻ കയറിയതുകൊണ്ട് തന്നെ ഒരു 2:30 മണിയൊക്കെ ആയ ഒരു ഫീൽ ഉണ്ട്. ഇങ്ങോട്ട് കയറി 2:30 മണി പറയുമ്പോ ഇവിടെ വെറും 10 മണിയാണ്. 10 മണിയാണ്. നമ്മള് വിദേശത്താണ്. അപ്പൊ നമ്മള് ഇങ്ങനെ അത് വരുമ്പോ ഒരു ചായക്കട ഉണ്ടപ്പോ അവിടെ നിർത്തിയതാട്ടോ, വെള്ളം വാങ്ങാന്. വെള്ളം ഇല്ല, വെള്ളത്തിന് അയക്കണ്ടേനി. തമിഴ്നാട്ടിൽ തന്നെ ചെറിയ കുപ്പിവെള്ളം കിട്ടൂല്ലോ, അങ്ങനത്തെ വലിയ ബോട്ടിൽസ് കിട്ടുമല്ലോ. അപ്പൊ ഈ കടയിൽ നിന്നാട്ടോ നമ്മള് വാങ്ങിയത്. താഴത്തുള്ള ക്ലൈമറ്റ് ഉണ്ട്. അപ്പൊ ക്ലൈമറ്റ് ഒക്കെ മാറി. ക്ലൈമറ്റ് മാറിയില്ല കുറച്ചൊക്കെ. ഞാൻ പറഞ്ഞെന്താണ്, നമ്മൾ നാച്ചുറിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അടുത്ത കാലത്ത് ഒന്നും ഇന്ന പ്രകൃതി ചതിച്ചിട്ടില്ല. നമ്മുടെ ജിസോ ജിസാനെ മുടി നന്നാക്കുന്ന നോക്കൂ. അപ്പം ഇത്തരം സ്ഥലങ്ങളിലേക്ക് വരുന്നവരോട് പറയാനുള്ളത്, എന്ത് പ്രതിസന്ധിയെയും തരണം ചെയ്യാനുള്ള, പ്രകൃതിയെ ആസ്വദിക്കാനുള്ള, പ്രകൃതിയുടെ ഭംഗി മനസ്സിലാക്കാനുള്ള താല്പര്യത്തോട് കൂടി അതായത് ഉറക്ക് എന്നുള്ളത് ഒരിക്കലും ഒരു വലിയ പ്രശ്നമായിട്ട് ആരും കാണണ്ട. നമ്മൾ എപ്പോഴാണ് ഉറങ്ങരുത്, നമ്മുടെ മനസ്സിന് സന്തോഷമുള്ള സമയത്ത്, നമുക്ക് മനസ്സമാധാനമുള്ള സമയത്ത് മാത്രമേ നമ്മൾ ഉറങ്ങാറുള്ളൂ. അപ്പൊ ഞാനിവിടെ വന്നിട്ട് ഉറങ്ങുന്നുണ്ടെങ്കിൽ എനിക്കെന്താണ്, അത്രത്തോളം മനസ്സിന് സാറ്റിസ്ഫൈഡ് ആണ് ഈ സ്ഥലം, ഈ പ്രകൃതി, അതിന്റെ മനോഹാരിത. അത് നമ്മൾ അത്രത്തോളം അറ്റാച്ച്ഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്താക്കുന്നത്, ഉറങ്ങുന്നത്. അതും ഉറങ്ങല്ല, കണ്ണുപൂട്ടി ചിന്തിക്കുക. അങ്ങനെ എപ്പോഴും കൊടൈക്കനാൽ തിരി കേട്ടോ. അപ്പൊ ഈ പോണ വൈക്കല് വാട്ടർഫാൾസ് കണ്ടപ്പോ നമുക്ക് നിർത്തി കേട്ടോ. അനീസ് വെള്ള മുന്നിൽ പോണ്, ഭാര്യ ആശങ്കത ബാക്കിൽ വരുന്നുണ്ട്. അപ്പൊ വാട്ടർഫാൾസ് ഒലിച്ചു പോണ സ്ഥലം കേട്ടോ, അടിഭാഗമാണ്. അധികം വെള്ളമൊന്നുമില്ല, കുറച്ച് വെള്ളമുള്ളൂ. ഇവിടെ നല്ലൊരു വ്യൂ ഉണ്ട് കേട്ടോ, അപ്പുറത്തെ പാലൊക്കെയാണ്. മൂന്നാർ ഇതേപോലത്തെ ഒരു വാട്ടർഫാൾസ് ഉണ്ട് കേട്ടോ, റോഡ് സൈഡിൽ ഇതേപോലെ ഒരു വൈബുള്ളൊരു ഉണ്ട്. വെള്ളം കുറവായാണ് കേട്ടോ ഈ ഒരു കെടുത്ത. ഇവിടെ വന്നാലും കെടുത്തും തുടങ്ങി. അപ്പൊ മക്കളെ നമ്മളിപ്പോ പോണത് പൂണ്ടിക്കാട്ടോ. പൂണ്ടി, കൂക്കാല് അങ്ങനെ ഭാഗത്തേക്കാണ്. നമ്മൾ ഫുഡ് അയച്ചിട്ടില്ല. പിന്നെ ഇന്ന് നമ്മൾ കൊടൈക്കനാൽ ഇന്ന് കറങ്ങണില്ല. കൊടൈക്കനാൽ എത്തി, കൊടൈക്കനാൽ ടൗണിലോട്ട് പോകുന്നത്. പിന്നെ ആകെ ഒരു കുഴങ്ങിയതുകൊണ്ട് പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോ നേരെ നമ്മളിതിപ്പോ കൂക്കാല്, പൂണ്ടി, ക്ലാവര റൂട്ടാട്ടോ. അപ്പൊ ഐസ്ക്രീം ഉണ്ട്, നല്ല നല്ല തണുപ്പുണ്ട്. നമ്മളെ ഫസ്റ്റ് പറഞ്ഞ ക്ലൈമറ്റ് ഉണ്ടാകാറേ, ക്ലൈമറ്റ് ഉണ്ട്. അപ്പോ നല്ല ഐസ്ക്രീം തിന്നാണ് പോകണം. ഉറക്കം നല്ല ഉണ്ട്, ഉറക്കം വരുന്നുണ്ട്. എന്നാലും നമ്മൾ ഐസ്ക്രീം ഒക്കെ തിന്ന് ഒരു ഫുഡൊക്കെ കഴിച്ചാകുമ്പോൾ ഒരു വൈബ് വരും. അപ്പൊ അതിലിങ്ങനെ ഫുള്ള് കറങ്ങാനായിട്ട് പ്ലാൻ. അപ്പൊ ഐസ്ക്രീം, അമൂലിന്റെ ഐസ്ക്രീം ഉണ്ട്, അത് തിന്നാലും. ഓ മൈ ഗോഡ്. ഈ റൂട്ട് വരുമ്പോ പശുക്കളൊക്കെ കൂടുതലായിട്ട് റോട്ടുമ്പിൽ ഇറങ്ങി നടക്കുന്നുണ്ട്. അപ്പൊ വണ്ടിമേലൊക്കെ ലോങ് സ്പീഡൊക്കെ വരുമ്പോൾ ശ്രദ്ധിക്കുക. ഓക്കെ, അങ്ങനെ കൊറേ ദൂരം പോകുന്ന ചായ സ്പോട്ട് കണ്ടപ്പോ ആശിക്കിന്റെ സന്തോഷം കണ്ടില്ലേ? ആശിക്കിന് മുന്നേ വന്നപ്പോ കണ്ട ചായ സ്പോട്ടാണോ. അപ്പൊ ചായ കുടിക്കാൻ വെച്ച് അഫ്സോയിലായിരുന്നു. അപ്പൊ ചായ കുടിക്കണം. നല്ല ഏരിയ കേട്ടോ, അമ്മ വ്യൂ എന്ന് പറയാ. നല്ല ചായക്കട, നല്ല തിരക്കുള്ള ചായക്കട. ഇനി ഹെൽമെറ്റ് ഒന്നും അയച്ചാലോ കേട്ടോ, ആകെ എന്തോ പോലെ ഹെൽമെറ്റ് ഇട്ടിട്ട്. ഞാനൊരു പ്രകൃതിയല്ലേ, പ്രകൃതി വിരോധി. ഞാൻ ഇന്ത്യയും കാണിച്ചു കൊടുത്തു. ഇവിടുത്തെ ഒരു വ്യൂ നോക്കി മക്കളെ.
മറ്റേ ഫാന്റാസ്റ്റിക് വ്യൂ മക്കളെ, ഏതാ സാധനം. പളനിമല വ്യൂ പോയിന്റ് എന്നാണ് ഇവിടെ കൊടുത്തിട്ട്, പക്ഷെ പളനിമല ഇതിൽ ഏതാന്നുള്ളത് ഒരു ഐഡിയ കിട്ടണില്ല കേട്ടോ. കാരണം പളനിമല കുറെ അപ്പുറത്തല്ലേ ഇനി കണ്ടിട്ടോ. പക്ഷെ വ്യൂ അസാധ്യ രക്ഷയില്ല. പിന്നെ വരച്ചൊക്കെ തിന്നാന് എന്താ സാറേ ക്ഷീണിച്ചാ? എന്ത് ക്ഷീണം? പ്രകൃതി കാണുമ്പോ ക്ഷീണം. ഏതാ മോനെ വിഷ്വൽ ബ്യൂട്ടി ആണ്, വിഷ്വൽ ബ്യൂട്ടി. ഓ ഏതാ വ്യൂ എന്ന് അറിയാം. ഇവിടുന്ന് ഞങ്ങൾ പോകുമ്പോ ഒരു കടന്റെ അവിടുന്ന് കണ്ടാട്ടോ. ഒരു കാട്ട് കിട്ടോ. നമ്മള് കാട്ടുപോത്തിനെ കണ്ടിട്ടോ. അപ്പൊ നിർത്തിയത് ഇനി കാട്ടീനെ. അത് കുറച്ച് വിട്ടാണ്. ഒരു പേടി ഇറങ്ങി വന്നു. വൈത്തല വായി വന്നല്ലേ. അതിന് കുറച്ച് മുന്നിൽ പോയി നിർത്തിട്ടോ. അതൊരു കൂട്ടുണ്ട്, ഒരു കൂട്ടുണ്ട്. 2-3 സെറ്റ് സാധനങ്ങൾ ഇട്ടാ. സെറ്റ് സാധനങ്ങൾ അറിയാം. കുറച്ച് വിട്ടാണ് കാണുന്നില്ല. മണിപ്പടുത്തേക്ക് എത്തും. വരുവോ? ഫോറസ്റ്റ് ആണ്. വണ്ടി ചാട്ടായിട്ടോ. അന്നേക്കാണെങ്കിൽ വണ്ടിയൊക്കെ എടുത്ത് അപ്പുറത്ത് കയറിയായി. അപ്പോൾ നല്ല വെയിലും ഇതൊക്കെ ഉള്ളവർക്ക് ഇപ്പൊ മഴ പെയ്തിട്ട് ഓൾറെഡി നല്ല തണുപ്പാണ്. അതിന്റെ കൂടെ ഇപ്പൊ മഴയും കൂടി പെയ്ത് ഇപ്പൊ വേറൊരു സീനാണ് കേട്ടോ. അങ്ങനെ മൊട്ടത്താലത്തിലേക്ക് ഉള്ള മഴ നല്ല പെയ്ത് അപ്പൊ ഉണ്ടാക്കിയില്ല. പിന്നെ കാറ്റും കൂടി കേട്ടോ. ഭയങ്കര ഒരു തണുപ്പാണ് ഇഷ്ടമുള്ളത്. പ്രത്യേക ഒരു ഫീലാണ്. നമ്മുടെ നാട്ടിലെ പോലെ ഇല്ല. ഇവിടെ ക്ലൈമറ്റ് ഓൾറെഡി നല്ല ഊട്ടി അതുപോലെ നല്ല തണുപ്പുള്ള സമയത്ത് മഴക്കൂടി കിട്ടുമ്പോൾ വേറൊരു എനർജി. രാവിലത്തെ മൂടോപ്പൊക്കെ പോയിട്ട് ഫുൾ എനർജിയായി. ഗൈസ് ഫുഡ് കഴിക്കാൻ പോവാണ്. തണുപ്പിട്ട് അതൊന്നും കഴിഞ്ഞിട്ടോ. നീ അവിടെ പോവാ. നമ്മൾ ഫുഡ് കഴിക്കാൻ പോകാറുണ്ട് കേട്ടോ. പിന്നെ ഫുഡ് കഴിച്ചതിൻ്റെ ബാക്കി വീഡിയോസും നമ്മൾ എടുത്തിട്ടില്ല. ഒന്നാമത് ഇന്ന് രാത്രി എന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പാണ്. തണുത്തിട്ട് ഒരു രക്ഷയില്ലാത്ത തണുപ്പ്. ഇന്നലെ തന്നെ നമ്മൾ പുറത്തേക്ക് ഇപ്പോൾ ടൗണിൽ പോവുകയാണെങ്കിൽ ഹെൽമെറ്റ് ഇടേണ്ട ആവശ്യം എന്ത് ചെയ്യുക. എന്നാൽ ഹെൽമെറ്റും ഗ്ലൗവും ഒക്കെ ഇട്ടുകൊണ്ടാണ് നമ്മൾ ഇന്നലെ പുറത്ത് പോയിട്ടുള്ളത്. കാരണം അത്രയും തണുപ്പ് സഹിക്കാൻ കഴിയണില്ല. എന്തെന്നെ ഇപ്പോൾ നമ്മൾ ഹീറ്ററിലുള്ളതുകൊണ്ടാണ് കുളിച്ചത്. എല്ലാം ഇന്ന് കുളിയും കൂടി നടക്കില്ല. ഹീറ്ററിൽ റൂമൊക്കെ ഞങ്ങൾ നോക്കിയെടുത്തുകൊണ്ടാണ്. അതുകൊണ്ട് സുഖമായി കുളിക്കാനും ബാത്റൂമിൽ പോകാനൊക്കെ. അപ്പോൾ മക്കളെ ഈ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കാൻ പോകട്ടോ. കാരണം തന്നെ കുറേ ലോങ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോ എന്തായാലും ഉണ്ട്. ഇപ്പം നമ്മൾ പൂണ്ടി കാര്യങ്ങളൊക്കെ ഈ നാട്ടിൽ എത്തണല്ലേ കണ്ടിട്ട്, അല്ല നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നതല്ലേ കണ്ടിട്ടുള്ളത്. അപ്പം ഇവിടെ കൊടൈക്കനാലിൽ കറങ്ങുന്ന വീഡിയോസാണ് ഇന്ന് വരാൻ പോണത്, അല്ല അടുത്ത് വരാൻ പോണത്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ നിങ്ങളെ സപ്പോർട്ടാണ് നമുക്കുള്ള ഏറ്റവും വലിയ ഊർജ്ജം. ഇനിയും ട്രിപ്പുകളും കാര്യങ്ങളൊക്കെ വരാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയിക്കാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, ബൈ ബൈ.